Hello guys, welcome back to Cricket Talks with Kiran. Sunrisers Hyderabad versus Kolkata Knight Riders. കോമ്പറ്റീഷനിൽ നിന്ന് ഓൾറെഡി എലിമിനേറ്റ് ആയ രണ്ട് ടീമുകളാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് 2 സ്പോർട്സിനെയോ അല്ലെങ്കിൽ ഒരു പ്ലേ ഓഫ് സ്പോർട്ടിനെയോ ഒന്നും യാതൊരു വിധത്തിലും ബാധിക്കില്ല. ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ഈ മത്സരം ഒരു ഡെഡ് റബ്ബർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ ഈ മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒന്ന് കപ്പ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ തങ്ങളുടെ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നിര കൊണ്ട് ബാക്കിയുള്ള ടീമുകളെല്ലാം വിറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ സീസൺ രണ്ട് ടീമിനും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ളൊരു സീസൺ ആയിരുന്നു. പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 13 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുള്ളത്. അതുപോലെ തന്നെ 13 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റാണ് സൺറൈസേഴ്സിനുള്ളത്. അപ്പോൾ ഇന്ന് ജയിക്കുന്ന ടീമിന് പോയിന്റ് ടേബിൾ 6ാം സ്ഥാനത്ത് മാത്രമാണ് എത്താൻ കഴിയുക. അപ്പോൾ നമ്മൾ പുറത്തായ ടീമുകളുടെ കാര്യത്തിൽ എപ്പോഴും പറയുന്നത് പോലെ അവസാന മത്സരം വിജയിച്ച് തലയുയർത്തി മടങ്ങുക എന്നുള്ളതായിരിക്കും ഈ രണ്ട് ടീമുകളുടെ ലക്ഷ്യം. ഇനിയിപ്പോൾ ഈ മത്സരം എന്ന് പറയുന്നത് നടക്കുന്നത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. ആക്ച്വലി ഇത് സൺറൈസേഴ്സിന്റെ ഒരു ഹോം മത്സരം കൂടിയാണ്, ഒരു ന്യൂട്രൽ വെന്യൂ ആണെങ്കിൽ കൂടി. അപ്പോൾ നമ്മുടെ ഒരു റീഷെഡ്യൂളും വന്നു കഴിഞ്ഞപ്പോൾ ഒരു വെന്യൂ മാറിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹോം ടീമായ SRHന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മികച്ച വിജയങ്ങൾക്ക് ശേഷമാണ് അവർ എത്തുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഓൾറെഡി പ്ലേ ഓഫിന് യോഗ്യത നേടിയ RCBയെ വളരെ വലിയൊരു മാർജിനിലാണ് നമ്മുടെ SRH തോൽപ്പിച്ചത്. RCBക്കെതിരെ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 231 പോലൊരു സ്കോർ അവർക്ക് പോസ്റ്റ് ചെയ്യാനായി. ഇഷാൻ കിഷൻ ആദ്യ മത്സരത്തിന് ശേഷം ഏറ്റവും നന്നായിട്ട് കളിച്ചത് കഴിഞ്ഞ മത്സരത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു സ്കോർ. അപ്പോൾ വന്നവരെല്ലാം അറ്റാക്ക് ചെയ്ത് തന്നെയാണ് കളിച്ചത്. അപ്പോൾ ഹെഡ് ആയാലും അഭിഷേക് ആയാലും അതുപോലെ തന്നെ പിന്നെ വന്നു കഴിഞ്ഞാൽ അനികേത് ആയാലും എല്ലാവരും ഒരു ക്യുക്ക് കമിയോ, ഇപ്പോൾ ഹാൻഡ്സ് ക്ലാസ്സിനായാലും ഒരു ക്യുക്ക് കമിയോ റോൾസ് ചെയ്തിട്ട് വളരെ നല്ലൊരു സ്കോർ തന്നെ അവർക്ക് പോസ്റ്റ് ചെയ്യാനായി. അത് സക്സസ്ഫുൾ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ വൺ സൈഡ് മാച്ച് ആയിരുന്നില്ല അത്. ഒരു 14ാമത്തെ ഓവർ വരെ RCB ആ ഒരു ചേസിൽ ഹെഡ് ആയിരുന്നു. എന്നാൽ പിന്നീട് നിതീഷ് റെഡ്ഡിയുടെ ഒരു ക്വയറ്റ് ഓവർ വന്നു. അത് കഴിഞ്ഞിട്ട് ഇഷാൻ മലിംഗയുടെ ഒരു ഗെയിം ചേഞ്ചിങ് ഓവർ വന്നു. അതോടെ മത്സരം അവർ കൈപ്പിടിയിൽ ഒതുക്കിയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഹാട്രിക് ജയത്തോടെ സൈൻ ഓഫ് ചെയ്യുക, പ്രത്യേകിച്ച് ഈ സീസണിൽ നേരത്തെ ഏറ്റുമുട്ടിയപ്പോൾ വളരെ വലിയൊരു വിജയമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. 80 റൺസിനാണ് അന്ന് കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സിനെ KKR തോൽപ്പിച്ചത്. അപ്പോൾ അതിനൊരു പ്രതികാരം ചെയ്യുക, ഒരു വിജയത്തോടെ, ഒരു ഹാട്രിക് വിജയത്തോടെ ടൂർണമെന്റ് അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും SRHന്റെ ലക്ഷ്യം. ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ളൊരു സീസൺ. പ്രത്യേകിച്ച് അവരുടെ മിഡിൽ ഓർഡർ കാര്യമായിട്ട് ഇപ്പോൾ വെങ്കടേഷ് അയ്യറിനെ ഒരു 23.75 ക്രോർസിന് എടുത്തു, ആ ഒരു ലെവൽ എത്തിയില്ല. അതുപോലെ തന്നെ റിങ്കു സിംഗ് ആയാലും റസൽ ആയാലും ഫോമായി വന്നപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി. നമ്മൾ റിസലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാന 2 മത്സരങ്ങളിലാണ് റിസൽ ഫോം ആയത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് സ്റ്റഡി ആയിരുന്നില്ല. ഇപ്പോൾ ഡീകോക്ക് ആയാലും ഗുർബാസ് ആയാലും കൺസിസ്റ്റന്റ് ആയിട്ട് സുനിൽ നരേനുമായിട്ട് ചേർന്ന് കഴിഞ്ഞ സീസണിൽ ഫിൽസോൾട്ടും നരേനും തന്നൊരു തുടക്കം നൽകാനായില്ല. പിന്നീട് നന്നായിട്ട് കളിച്ചത് ക്യാപ്റ്റൻ കൂടി അജിങ്ക്യ രഹാനെയും പിന്നെ അൻഗ്രിഷ് രഘുവംശിയൊക്കെയാണ് ബാറ്റിംഗിൽ. ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്പിൻ ട്വിൻസ് നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. ഇപ്പോൾ സുനിൽ നരേനായാലും വരുൺ ചക്രവർത്തി ആയാലും നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. എന്നാൽ ഫാസ്റ്റ് ബോളിംഗ് ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോൾ വൈഭവ് ആയാലും നമ്മുടെ അർഷിത് റാണ ആയാലും ചില മത്സരങ്ങൾ നന്നായിട്ട് ബോൾ ചെയ്തു, ചില മത്സരങ്ങൾ അടികൊണ്ടു. അങ്ങനെ ഒരു മിക്സഡ് ബാഗ് ആണ് അവരുടെ ആ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും. അങ്ങനെ വന്നപ്പോഴേക്കും കഴിഞ്ഞ സീസണിൽ പുറത്തെടുത്ത ആ ഒരു മികവ് ഈ സീസണിൽ അവർക്ക് ആവർത്തിക്കാനായില്ല. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിജയത്തോടെ ടൂർണമെന്റ് അവസാനിപ്പിക്കുക എന്നതായിരിക്കും KKRന്റെ ആഗ്രഹം. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സരം നടക്കുന്നത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. ബാറ്റിങ്ങിനെ തുടങ്ങുന്ന പിച്ചാണ്. അപ്പോൾ രണ്ട് ടീമുകളും പ്രത്യേകിച്ച് സൺറൈസേഴ്സിൽ നിന്നൊക്കെ ഒരു നല്ല ഹൈ സ്കോർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബോളിംഗിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ ഫാസ്റ്റ് ബോളേഴ്സിനേക്കാൾ കുറച്ചുകൂടി സ്പിന്നേഴ്സിനെയാണ് ഏഡ് ചെയ്യുന്നത്. അപ്പോൾ KKRന്റെ നിരയിൽ 2 നല്ല സ്പിന്നർമാരുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ക്രൂഷ്യലായിട്ടൊരു റോൾ പ്ലേ ചെയ്യാനുണ്ടാവും നമ്മുടെ SRHനെ തടുത്ത് നിർത്താനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് പിച്ചിന്റെ കാര്യങ്ങൾ. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് ജോലിലേക്ക് വന്നു കഴിഞ്ഞാൽ സൺറൈസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചേഞ്ചസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ മത്സരം ജയിച്ച ഒരു ടീമാണ്. ഇനിയിപ്പോൾ അവസാന മത്സരമായിട്ട് എന്തെങ്കിലും എക്സ്പെരിമെന്റിന് മുതിരുമോ എന്നറിയില്ല. അപ്പോൾ അത് മാത്രമേ ആ ഒരു ടീമിൽ ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ KKRന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മൊയിൻ അലി, റോമാൻ പവലോ ഒന്നും അവൈലബിൾ അല്ല. വേണമെങ്കിൽ ലെവിൻ സിസോഡിയക്ക് ഒരു അവസരം കൊടുക്കാം. ഇപ്പോൾ ഞാൻ അവരുടെ ടീം റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞതാണ് സിസോഡിയ നല്ലൊരു എക്സൈറ്റിംഗ് ടാലന്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ഈ സീസണിൽ 13 മത്സരങ്ങൾ കഴിഞ്ഞു, ഇതേവരെ സിസോഡിയക്ക് ഒരു അവസരം കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ഈ മത്സരത്തിൽ ഒരു അവസരം കൊടുത്തു നോക്കാം. അങ്ങനെ അല്ലറ ചില്ലറ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് KKRനത്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. SRH നിരയിൽ നിന്ന് അവരുടെ ഒരു ടോപ്പ് 3 ഹെഡ് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ. ഇപ്പോൾ KKRനെതിരെ കഴിഞ്ഞ സീസണിൽ ഒരു നേരിട്ട് വന്നപ്പോഴൊക്കെ മിച്ചൽ സ്റ്റാർക്ക് ഇവരെ ഒതുക്കുകയാണ് ചെയ്തത്. ഇനി ഈ സീസണിൽ മിച്ചൽ സ്റ്റാർക്ക് ഇല്ലാതിരുന്നിട്ട് കൂടി ആദ്യം കളിച്ചപ്പോൾ ഇവർക്ക് ആ ഒരു പെർഫോമൻസ് പുറത്തെടുക്കാനായില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എങ്ങനെയായിരിക്കും സൺറൈസേഴ്സിന്റെ ടോപ്പ് ഓർഡർ ഇവർക്കെതിരെ KKRനെതിരെ ബാറ്റ് ചെയ്യുക എന്നുള്ളത് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ SRHന്റെ സൈഡിൽ നിന്ന് ഒരാളുടെ പേര് കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അത് ഇഷാൻ മലിംഗയുടേതാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, RCBക്കെതിരായുള്ള മത്സരം ഒരു ഗെയിം ചേഞ്ചിങ് ഓവർ ബോൾ ചെയ്തത് ഇഷാൻ മലിംഗയാണ്. ഓൾറെഡി 6 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷാൻ മലിംഗയുടെയും പെർഫോമൻസ് എങ്ങനെയായിരിക്കും, ഇന്നത്തെ മത്സരത്തിലും ആ ഒരു മികവ് പുറത്തെടുക്കാനാകുമോ എന്നുള്ള കാര്യം ഞാൻ കാത്തിരിക്കുന്നു. ഇനി KKRന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്പിൻ ട്വിൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഡൽഹി റൺസ് ഒഴുകുന്ന പിച്ചാണെങ്കിൽ കൂടി സ്പിന്നേഴ്സിന് ഹെൽപ്പ് ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സ്പിൻ എങ്ങനെയാണ് SRH ബാറ്റേഴ്സിനെതിരെ കളിക്കുക എന്നുള്ള കാര്യം
ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ RCBയുടെ സ്പിന്നേഴ്സ് ഈ സീസണിൽ ഉടനീളം നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരുന്ന സ്പിന്നേഴ്സിനെ നമ്മുടെ SRH നന്നായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വരുൺ ചക്രവർത്തിക്കും സുനിൽ നരേനും ഇവരെ തടുത്തു നിർത്താനാകുമോ എന്നുള്ള കാര്യമാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? സൺറൈസേഴ്സ് ഹൈദരാബാദോ അതോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.